നമസ്കാരം. പുരോഗമന കേരളം എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ സുംബ ഡാൻസ് വിവാദങ്ങൾ നമ്മെ പിന്നോട്ട് വലിക്കുകയല്ലേ? ഒരു വിമർശനാത്മക മനോഭാവത്തോടെ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ സുംബ ഡാൻസ്? ഇത് സാധാരണ വ്യായാമം മാത്രമാണ്. ആരോഗ്യവും ശരീരക്ഷമതയും വർദ്ധിപ്പിക്കുന്ന ലാറ്റിൻ പ്രചോദിത നൃത്തരീതി. ഇവിടെ ജാതിയോ മതമോ ലിംഗമോ പ്രശ്നമല്ല. ആർക്കും ഏത് പ്രായക്കാർക്കും ഒരുപോലെ ചെയ്യാവുന്ന ഒന്നാണ് സുംബ. ഇതിനൊരു പ്രത്യേക മതവുമായോ ആചാരവുമായോ യാതൊരു ബന്ധവുമില്ല. ശരീരത്തിനും മനസ്സിനും ഉന്മേഷം പകരുന്ന വ്യായാമം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രിയപ്പെട്ട ഫിറ്റ്നസ് ദിനചര്യ അതാണ് സുംബ ഡാൻസ്. എന്നാൽ ചില മതനേതാക്കൾ സുംബ ഡാൻസിനെതിരെ രംഗത്ത് വന്നത് എന്തിനാണ്? അന്യപുരുഷന്മാരുമായി ചേർന്ന് നൃത്തം ചെയ്യുന്നത് ശരിയല്ല, പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റമാണ്, മതപരമായ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ് എന്നിങ്ങനെയുള്ള വാദങ്ങളാണ്. അത് കേവലം ഒരു നൃത്തത്തിനെതിരായ വിമർശനമായിരുന്നില്ല, മറിച്ച് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും തെരഞ്ഞെടുപ്പിനെയും ചോദ്യം ചെയ്യുന്ന, സ്ത്രീകളുടെ ശരീരത്തിന്മേലുള്ള നിയന്ത്രണം ഉറപ്പാക്കുന്ന ഒരു നീക്കമായിരുന്നു. ഡാൻസ് എന്ന് പറയുന്ന പരിപാടി അത് ടീച്ചർമാരും മാഷുമാരും ആൺകുട്ടികളും പെൺകുട്ടികളും അതൊരുമിച്ച് അവരങ്ങനെ തുള്ളണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് അത് പറ്റൂല. അതുകൊണ്ട് സൂംബ ഡാൻസിന് ഒപ്പിച്ച ഒരു യൂണിഫോം ഉണ്ടാക്കും. അതിങ്ങനെ ആടിക്കളിക്കുന്ന തൂങ്ങിക്കളിക്കുന്ന ലൂസുള്ള ഡ്രസ്സൊന്നും ആ ഡാൻസിന് പറ്റൂല. അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ഫിറ്റുള്ള ഡ്രസ്സ് വേണ്ടി വരും. എന്നിട്ടാണും പെണ്ണും തന്നെ ഒരുമിച്ച് തന്നെ അവിടെ കളിക്കും. അതുപോലെ തന്നെ അത് മണിക്കൂറുകളോളമുള്ള തുള്ളലുകളാണ്. പ്രിയപ്പെട്ട മുസ്ലിം അധ്യാപകന്മാരെ, മുസ്ലിം രക്ഷിതാക്കളെ, മുസ്ലിം ഉപ്പമാരെ, ഉമ്മമാരെ, വിദ്യാർത്ഥികളെ, നിങ്ങളതിന് ചേരണ്ട. അത് റഹ്മാൻ ഏത് കാലഘട്ടത്തിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാലഘട്ടം മാറി മാറി വരുന്നു. ഇന്ന് ഈ പുരോഗമനം, ഇന്ന് എന്തൊക്കെ സ്ത്രീകൾ ബഹിരാകാശത്ത് വരെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവർ ഇപ്പോഴും പറയുന്നത് ആണും പെണ്ണും ഒരുമിച്ച് ഇരിക്കാൻ പാടില്ല, ഡാൻസ് ചെയ്യാൻ പാടില്ല. സൗദി പോലുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ എത്രമാത്രം പുരോഗതിയിൽ വന്നു. ഇതൊന്നും ഇവർ കാണുന്നില്ലേ? പറയണമെങ്കിൽ മക്ക എന്ന ഒരു പുണ്യസ്ഥലമുള്ള സ്ഥലമാണ് സൗദി അറേബ്യ. അവിടെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ മാറ്റം വരുന്നുണ്ട്. പക്ഷെ ചിലർ ഇവിടെ താലിബാനിസത്തിലേക്ക് തിരിച്ചു പോകാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പുരോഗമന സമൂഹം എന്നാൽ ഓരോ വ്യക്തിക്കും പരമാവധി സ്വാതന്ത്ര്യവും അവസരവും നൽകുന്ന, ശാസ്ത്രത്തെയും യുക്തിയെയും അംഗീകരിക്കുന്ന, സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും അധിഷ്ഠിതമായ ഒരു സമൂഹമാണ്. വ്യായാമം പോലുള്ള ലളിതമായ കാര്യങ്ങളിൽ പോലും മതപരമായ വിലക്കുകൾ വരുന്നത് ആധുനിക കേരളത്തിന് ഭൂഷണമല്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരോഗ്യവും സന്തോഷവുമുള്ള ഒരു തലമുറയെയാണോ നമ്മൾ വാർത്തെടുക്കേണ്ടത്, അതോ പഴഞ്ചൻ ചിന്താഗതികളുടെ തടവറയിലാക്കണോ? വ്യക്തി സ്വാതന്ത്ര്യത്തെയും സമൂഹത്തിൻ്റെ പുരോഗതിയെയും മുൻനിർത്തിക്കൊണ്ട് ഇത്തരം വാദങ്ങളെ നാം പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണ്.